നമ്മൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. പുഞ്ചിരിമട്ടത്ത് ഈ വലിയ ദുരന്തമുണ്ടായി 1 വർഷത്തിന് ശേഷം 24 വാർത്താ സംഘം വീണ്ടും എത്തുകയാണ്. ഇതാ നോക്കൂ, പ്രേക്ഷകർ കാണുന്നുണ്ടാകും. ആ ദൂരെ, അധിക ദൂരെയല്ല, ആ കാണുന്നതാണ് ഈ വലിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം. അവിടെ നിന്ന് ഇപ്പോഴും നീർച്ചാലുകളായി വെള്ളം ഇങ്ങനെ താഴേക്ക് പതിക്കുന്നത് നമുക്ക് കാണാം. ഇതാ അതിങ്ങനെ പതിച്ച് താഴേക്ക് വരികയാണ്. ഇവിടെ നിന്ന് അതൊരു ജലപ്രവാഹമായി മുന്നോട്ട് നീങ്ങുന്നു. വലിയ ശബ്ദത്തോടു കൂടി വലിയ ആഴത്തിലുള്ള ഒരു പുഴയായി ഇത് രൂപപ്പെട്ടു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു കാഴ്ച കൂടി ഞാൻ ഈ 1 വർഷത്തിന് ശേഷം ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാം. ഇതാ ഈ ഒഴുകുന്ന പുഴയുടെ അങ്ങേക്കര നോക്കൂ, മണ്ണിടിച്ചിലിന്റെ രൂക്ഷത എത്രത്തോളം. പുതിയ പുതിയ മണ്ണിടിച്ചിലുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകളാണ് ഇതിന്റെ 2 ഭാഗത്തും കാണുന്നത്. അവിടെ ഒരു ഏലം പ്ലാന്റേഷനാണ് നമ്മൾ കാണുന്നത്. ആ ഏലം പ്ലാന്റേഷന്റെ ഒരു ഭാഗം മുഴുവൻ ഏതാണ്ട് താഴേക്ക് പതിച്ച അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ഈ പ്രദേശം വാസയോഗ്യമല്ല എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നതിന്റെ കാരണം ഇതാണ്. അവിടെ നിൽക്കുന്ന വൻമരങ്ങൾ ഉൾപ്പെടെ താഴേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിച്ചതിന്റെ കൂടി ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിവിടേക്ക് ഈ പുഴയിലേക്ക് വീഴുന്നു, അത് കലങ്ങി താഴേക്ക് പോകുന്നു, വീണ്ടും ഉരുൾപൊട്ടലാണ് എന്ന് ആളുകൾ സംശയിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പശ്ചാത്തലം കൂടി അതാണ്.